ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യജ്യോതി വെൽനസ് കമ്മ്യൂണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യും. ഇന്നത്തെ കാലത്തെ ആരോഗ്യ സംരക്ഷണ മേഖലയെ 3 മേഖലകളായി അല്ലെങ്കിൽ 3 തട്ടുകളായി തിരിച്ചിട്ടുണ്ട് എന്നതും അത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാമെന്ന നിലയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ആരോഗ്യ മേഖല ഒരു പ്രീ ടയർ പ്രോഗ്രാമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം പങ്കുവയ്ക്കുകയാണ്. എന്നാൽ ഈ 3 ടയർ പ്രോഗ്രാമിൽ ഏതൊക്കെയാണ് ഇതിൻ്റെ കണ്ടന്റുകൾ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ആദ്യമായി നമുക്ക് ആരോഗ്യമെന്ന കൺസെപ്റ്റിൽ ഒരു 3 മേഖലകളായി തരംതിരിച്ച് അല്ലെങ്കിൽ 3 ഘട്ടങ്ങളിലായി ഇതിനെ പരിപാലിക്കുക എന്നതാണ് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രവും പരമ്പരാഗത വൈദ്യശാസ്ത്രവും സ്വീകരിച്ചു വരുന്ന രീതികൾ. അതിൽ ഒന്നാമത്തേതാണ് വെൽനസ് ആൻഡ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു മേഖല. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രീ ആക്റ്റീവ് അപ്രോച്ച് എന്നുകൂടി വിശേഷിക്കും. ഈ മേഖലയിൽ ആദ്യപടിയായി നാം ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി, നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനായി പ്രോ ആക്റ്റീവ് അപ്രോച്ച് സ്വീകരിക്കുക. അതായത് രോഗം വരാതെ നോക്കുക, ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സൗഖ്യപൂർണ്ണമാക്കുക എന്നതാണ് ഈ മേഖലയുടെ പ്രധാന ഉദ്ദേശവും അതിനു വേണ്ട നടപടിക്രമങ്ങളുമാണ് ഈ പ്രോ ആക്റ്റീവ് അപ്രോച്ചിലൂടെ നമുക്ക് നാം സ്വീകരിച്ചു വരുന്നത്. അതുപോലെ അടുത്തതാണ് എമർജൻസി ആൻഡ് മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടം. നമുക്കതിനെ രണ്ടാമത്തെ ഘട്ടം എന്ന് തന്നെ വിശേഷിക്കും. അതിനെ നമുക്കൊരു റിയാക്റ്റീവ് അപ്രോച്ച് എന്ന് പറയാം. അതുകൊണ്ടാണ് അതിനെ രണ്ടാമത്തെ ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൽ നമുക്ക് ഒരു രോഗം വന്ന ശേഷം അതിനെ നമുക്ക് മാറ്റിയെടുക്കുവാനുള്ള ചികിത്സാ രീതി, അതിൽ തന്നെ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് വളരെയധികം മുൻപോട്ട് പോയി കഴിഞ്ഞു. അതിൽ മരുന്നുകൾ, ഇഞ്ചക്ഷനുകൾ, പിന്നെ മറ്റ് പലതരത്തിലുള്ള ചികിത്സാ രീതികൾ, ഓപ്പറേഷൻ, ഈ രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുക എന്നതാണ് ഈ രണ്ടാം ഘട്ടം, അല്ലെങ്കിൽ എമർജൻസി ആൻഡ് മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആരോഗ്യ പരിപാലനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നാം സ്വീകരിച്ചു വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം ഈ മേഖല പുരോഗതി പ്രാപിക്കുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് നാനോ ടെക്നോളജി വരെ ചികിത്സാ രംഗത്ത് ഉപയോഗിച്ചു വരികയാണ്. നമ്മുടെ ശരീരത്തിനകത്തേക്ക് വളരെ ചെറിയ തോതിലുള്ള നാനോവായ ചില എക്യുപ്മെൻറ്റ്സ് കടത്തിവിട്ടുകൊണ്ട് ആ രോഗബാധിതമായ ഭാഗത്ത് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നത് അടക്കമുള്ള ചികിത്സാ രീതികൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. പിന്നീട് വരുന്നതാണ് ഈ പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്ന് പറയുന്ന ഒരു മേഖല. അതിനെ നമുക്കൊരു ഡെസ്പറേറ്റ് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് ഈ ഒരു മേഖല മറ്റ് ചികിത്സകളൊന്നും ചെയ്തതുകൊണ്ട് പ്രയോജനം ഇല്ല, ജീവൻ രക്ഷാമാർഗം എന്ന രീതിയിൽ ഈ രോഗം ഭേദപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല എന്ന കണ്ടീഷനിൽ നാം സാധാരണഗതിയിൽ അങ്ങനെയുള്ള രോഗികളുടെ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് സാധ്യമാകില്ല എന്ന് വൈദ്യശാസ്ത്രത്തിന് ബോധ്യം വരുന്നിടയ്ക്കാണ് നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഒരു വ്യക്തിയെ മാറ്റുന്നത്. അവിടെ നമുക്ക് ഈ രോഗത്തിൻ്റെ ദൂഷ്യങ്ങളെ അല്ലെങ്കിൽ വേദനകളോ മറ്റ് പ്രശ്നങ്ങളെയോ മരുന്നുകളിലൂടെ മരുന്ന് കൊടുത്തുകൊണ്ട് മറ്റവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ സ്വയമേവ അവനവൻ്റെ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ എത്തിയിരിക്കുന്നവരെ എക്യുപ്മെൻസിൻ്റെയും മറ്റ് മരുന്നുകളുടെയും സഹായത്തോടുകൂടി സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതാവസാനം വരെ അധികം ബുദ്ധിമുട്ടുകളില്ലാതെ അവരുടെ ജീവിതം അവസാനിക്കുന്നതിന് വേണ്ട സപ്പോർട്ട് നൽകുക എന്നതാണ് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രീതി തന്നെ. ഇന്ന് ഈ പറയുന്ന രണ്ടാം ഘട്ടവും എമർജൻസി മെഡിസിൻ എന്ന് പറയുന്ന ആ മേഖലയും മൂന്നാം ഘട്ടവും വളരെയധികം ഡെവലപ്പായി വന്ന ഒരവസ്ഥയിലാണ്.
നമുക്ക് ഈ മേഖലയിൽ വളരെയധികം പുരോഗതി പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ കഴിവുകളെ നമുക്ക് പരമാവധി നമ്മുടെ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗമായിട്ട് വൈദ്യശാസ്ത്രം ഇന്ന് വളരെയേറെ പുരോഗതി പ്രാപിച്ചു. പക്ഷേ ഈ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിൽ നമുക്കുണ്ടാക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെയും ഉപകരണങ്ങളുടെയും സപ്പോർട്ടോടുകൂടി നാം ചികിത്സ നടത്തുകയും അതിനു വേണ്ടി വരുന്ന എക്സ്പെൻസീവായ ആ ഒരു അല്ലെങ്കിൽ ആ കോസ്റ്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൃത്യമായ ഒരു ആരോഗ്യത്തിലേക്ക് ആ രോഗം ബാധിക്കുന്നതിന് മുമ്പുള്ള ഹെൽത്ത് കണ്ടീഷനിലേക്ക് അങ്ങനെ ഒരു വ്യക്തിക്ക് തിരിച്ചു വരുവാൻ പറ്റുന്നുണ്ടോ എന്നതും ഇന്ന് വളരെ ശക്തമായ ഒരു ചോദ്യമായി വാക്കുന്നു. അവിടെയാണ് നമുക്ക് ഈ പ്രിവെൻറ്റീവ് വെൽനസ് ആൻഡ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ അപ്രോച്ചിന് അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് ഹെൽത്ത് കെയർ അപ്രോച്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇത് മറ്റ് രണ്ട് മേഖലകളിലും ഇന്ന് കാണുന്ന പുരോഗതി അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സപ്പോർട്ടോടുകൂടി ഡെവലപ്പായി വന്ന മറ്റ് രണ്ട് മേഖലകളെ പോലെ അത്രത്തോളം പുരോഗതി പ്രാപിച്ചിട്ടില്ല എന്നത്. അതിനേറെക്കുറെ കാരണം എന്ന് പറയുന്നത് ഈ മേഖലയുടെ പുരോഗതി അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ഒരു വ്യക്തിക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തി തന്നെ സ്വയം വിചാരിച്ചാലേ സാധ്യമാകൂ എന്നതാണ്. അതായത് ഈ മേഖലയുടെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വ്യക്തിയാധിഷ്ഠിതമാണ് എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് മറ്റ് രണ്ട് മേഖലകളെ പോലെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ട് ഇല്ല എന്നതാണ്. എന്നാൽ ഈ ചുരുങ്ങിയ ഒരു 5-6 വർഷത്തോടു കൂടി ഏകദേശം നമ്മുടെ കൊറോണ കാലഘട്ടത്തോടു കൂടി ഈ മേഖലയ്ക്കും കാര്യമായ മാറ്റം വരുന്നതായിട്ട് നമുക്ക് മുമ്പ് ഈ മേഖലയിൽ നിലനിന്നിരുന്നത് വാക്സിനേഷനുകളും അല്ലെങ്കിൽ പ്രതിരോധ മരുന്നുകളും ലഭ്യമാക്കുക, അതുപോലെ തന്നെ ഒരു ആരോഗ്യസമ്പുഷ്ടമായ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളെപ്പറ്റി ബോധവൽക്കരണം നടത്തുക എന്നതൊക്കെ മുമ്പേ ഗവൺമെൻറ് പോളിസിയിലൂടെയും ഗവൺമെൻറ്റിൻ്റെ പല പ്രൊജക്റ്റുകളിലൂടെയും നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഇത് വ്യക്തിയാധിഷ്ഠിതമായതുകൊണ്ടാകാം വേണ്ട രീതിയിൽ ഇത് മുൻപോട്ട് പോയില്ല അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. അതിൻ്റെ ഒരു പരിണാമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് നാം ഇന്ന് കാണുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ. ഇന്ന് കാണുന്ന പല രോഗങ്ങളും ഒരു രോഗാണുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ബാക്ടീരിയകളെ കൊണ്ടോ ഈ രീതിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പകരം ഇന്ന് കാണുന്ന രോഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരാശിയുടെ മരണത്തിലേക്ക് എത്തിക്കുന്ന രോഗങ്ങൾ ഒട്ടുമിക്കവാറും രോഗാണുക്കളെ കൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നുകളെ കൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നതും വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ, ഷുഗർ, അതായത് അധികമായ ബ്ലഡ് ഷുഗർ ലെവൽ, കൊളസ്ട്രോൾ ലെവൽ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഏറെക്കുറെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റം അത് നമ്മുടെ ജീവിത രീതി ലൈഫ് സ്റ്റൈലും ഉണ്ടാകും. എന്താണ് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട തിരുത്തുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത്. ഈ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ച് കൊണ്ടാണ് ഈ പറയുന്ന ഇന്ന് കാണുന്ന മാരകമായ നമ്മുടെ മനുഷ്യരാശിയെ മരണത്തിലേക്ക് എത്തിക്കുന്ന രോഗങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് കാരണമാണ്. ഈ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം ഈ വെൽനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു ബോധവൽക്കരണ പരിപാടിയിൽ ഉപരിയായി ഈ വെൽനസ് എന്ന് പറയുന്ന മേഖലയുടെ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന സെക്ഷൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് ചുറ്റും വളരെയധികം കാണും. ഏറ്റവും പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള നമ്മുടെ മേഖലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വളരെയധികം ഇന്ന് ഡെവലപ്പായി വന്നിരിക്കുന്നത്. ജിംനേഷ്യം, അതേപോലെ യോഗ സെൻ്ററുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെയധികം നമുക്ക് ചുറ്റുപാടും കാണും. അതുകൊണ്ട് തന്നെ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഡിവിഷനാണ് ഇന്ന് നമുക്ക് കാണാം. ഈ 3 മേഖലകളിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഒരു രോഗം വന്ന് ചികിത്സിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമുക്ക് ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതൊരു ഫാമിലിക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുണ്ടാക്കുന്ന എത്രത്തോളം പ്രശ്നങ്ങൾ, അതിലൊന്നാണ് സാമ്പത്തിക പ്രശ്നം.
അതുപോലെ തന്നെ അവരുടെ ആ കുടുംബത്തിൻ്റെ തന്നെ മാനസികമായ ആരോഗ്യനില അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥത എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നതായിട്ടാണ്. അതുകൊണ്ട് ഈ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ആ ഡിവിഷനെ നാം ഓരോരുത്തരും വളരെയധികം മനസ്സിലാക്കുകയും കേവലം മനസ്സിലാക്കിക്കൊണ്ടല്ല, അത് പ്രായോഗിക തലത്തിലേക്ക് ഇതിലെ ഘടകങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ആരോഗ്യജ്യോതി വെൽനസ് കമ്മ്യൂൺ എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായി നാം കണ്ടക്ട് ചെയ്യുന്ന പലതരം പ്രോഗ്രാമുകളും മറ്റും നടന്നു വരുന്നുണ്ട്. എല്ലാവർക്കും ജീവിത പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുമുള്ള വീഡിയോകളും മറ്റുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.